പാലക്കാട്ടെ CPM BJP ഡീലാണല്ലോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി റിലീസ് ചെയ്ത സതീശന്റെ നുണ. അതായത് പാലക്കാട് BJP ജയിപ്പിക്കാൻ വേണ്ടി CPM ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ നുണേശനുണ്ണി പറയുന്നത്. അപ്പോഴേ നുണേശേട്ടാ, സോറി സതീശേട്ടാ, ചേട്ടൻ ഈ ഡീലേ എന്നൊക്കെ വിളിച്ചു പറയുന്നത് പഴയ നേമത്തെ ഡീലിന്റെ ഓർമ്മയിലാണോ? 2016 നേമത്ത് സംഭവിച്ചത് എന്തായിരുന്നു സതീശേട്ടാ? നമുക്ക് ആ കണക്ക് തന്നെ ഒന്ന് നോക്കിയാലോ. ആദ്യം 2006 സതീശേട്ടന്റെ സ്വന്തം സ്ഥാനാർത്ഥി N ശക്തൻ ജയിച്ച തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കാം. ദേ കണ്ടോ, അന്ന് UDF കിട്ടിയത് 60,884 വോട്ടുകൾ. CPM സ്ഥാനാർത്ഥി നേടിയത് 50,135 വോട്ട്. സതീശേട്ടൻ ശ്രദ്ധിച്ചോണേ, BJP സ്ഥാനാർത്ഥിക്ക് അന്ന് കിട്ടിയത് വെറും 6,705 വോട്ട്. ഇനി തൊട്ടടുത്ത, അതായത് 2011 തെരഞ്ഞെടുപ്പിലേക്ക് വരാം. അന്ന് LDF സ്ഥാനാർത്ഥി ശിവൻകുട്ടി നേടിയത് 50,076 വോട്ട്. അതായത് LDF വോട്ട് അതുപോലെ തന്നെ അവിടെ ഉണ്ടെന്ന് വ്യക്തം. ഇനി UDF വോട്ട് നോക്കാം. 60,000 വോട്ട് ഉണ്ടായിരുന്ന UDFന്റെ 2011 വോട്ട് ദേ വെറും 20,248. അപ്പോ ബാക്കി വോട്ട് എവിടെ പോയി നുണേശേട്ടാ? അല്ല സതീശേട്ടാ. അത് കണ്ടുപിടിക്കണമെങ്കിലേ ദേ ഈ BJPയുടെ അക്കൗണ്ടിലേക്ക് നോക്കിയാൽ മതി. 2006 6,000 വോട്ടുണ്ടായിരുന്ന BJPക്ക് 2011 കിട്ടിയിരിക്കുന്നത് 43,000 പരം വോട്ടുകൾ. ഇത് എന്ത് ഡീലായിരുന്നു സതീശേട്ടാ? തീർന്നില്ല കേട്ടോ. ഇനി നമുക്ക് BJP വിജയിച്ച ആ കുപ്രസിദ്ധ തെരഞ്ഞെടുപ്പിലേക്ക് വരാം. 2016 ഇലക്ഷൻ റിസൾട്ട് ദേ നോക്കിക്കേ. BJP സ്ഥാനാർത്ഥി രാജഗോപാൽ നേടിയത് 67,813 വോട്ട്. CPM സ്ഥാനാർത്ഥി ശിവൻകുട്ടിക്ക് കിട്ടിയത് 59,142 വോട്ട്. UDF സ്ഥാനാർത്ഥി V സുരേന്ദ്രൻ പിള്ളയ്ക്ക് കിട്ടിയത് വെറും 13,860 വോട്ട്. സതീശേട്ടന്റെ പാർട്ടിയുടെ വോട്ടെല്ലാം കൃത്യമായി രാജഗോപാലിന്റെ പെട്ടിയിൽ വീണിട്ടുണ്ടെന്ന് വ്യക്തം. LDF വോട്ടുകൾ കുറയുകയല്ല കൂടുകയാണ് ഉണ്ടായത്. ഇനി അന്നത്തെ UDF സ്ഥാനാർത്ഥി പറഞ്ഞതായി നിങ്ങളുടെ മനോരമ തന്നെ കൊടുത്ത വാർത്തയും ഇതാ. നേമത്ത് BJP കോൺഗ്രസ് വോട്ട് കച്ചവടം നടന്നു. തന്റെ തോൽവിക്ക് കാരണം കോൺഗ്രസിന്റെ വോട്ട് കച്ചവടമെന്ന് സുരേന്ദ്രൻ പിള്ള. എന്തേ സതീശേട്ടാ, മറുപടി വല്ലതും ഉണ്ടോ? അതൊക്കെ പോട്ടെ, അത് പഴയ കഥ. നമുക്ക് പാലക്കാട്ടേക്ക് തന്നെ വരാം. അവിടെ CPM BJP ഡീൽ എന്നല്ലേ സതീശേട്ടൻ പറഞ്ഞത്? അതിനുള്ള മറുപടി നിങ്ങളുടെ സ്വന്തം യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ പറയും. CPM BJP ഡീലാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഗൗരവമായി നിങ്ങൾ കാണാനുള്ള ഒരു കാര്യമാണ്. പാലക്കാട് CPM BJP ഡീൽ എങ്ങനെയാണ് സാധ്യമാവുക? ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മലബാർ മേഖലയിൽ ഒരു മുസ്ലിം യുവ നേതാവ് MLA ഒന്നും ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരോ കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ള ആ പോയിന്റിൽ നിന്നുകൊണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് രമേശ് പിഷാരടിക്ക് വിജയിക്കാൻ കഴിയുന്നത്? അവിടെ CPM പൊതു സ്വതന്ത്രനെ നിർത്തിയപ്പോ, LDF പൊതു സ്വതന്ത്രനെ നിർത്തിയപ്പോ അവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ നിർത്തി. കാര്യം LDF വിജയിക്കുന്ന സ്ഥലമല്ലല്ലോ, അവിടെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളെ നിർത്തി. എന്നാൽ ശോഭാ സുരേന്ദ്രൻ BJPയുടെ ശക്തയായ കാൻഡിഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർ അവിടെ മത്സരിക്കുമ്പോ രമേശ് പിഷാരടിയെ കൊണ്ടുവരുമ്പോ ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഡിവൈഡ് ചെയ്യാൻ MP ഉണ്ടല്ലോ, ഒരു അഭിനവ നേതാവുണ്ടല്ലോ, അപ്പോ അദ്ദേഹം കൂടെ ഇറങ്ങി അവിടെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാം, കൺസോൾട്ടേഷൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി ആ വോട്ടിനെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് പോയാൽ, ആ വോട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടാൽ അവിടെ വിജയിക്കുന്നത് ആരായിരിക്കും? ആ മണ്ഡലത്തിന്റെ പശ്ചാത്തലം അറിയാവുന്നവർ ശ്രദ്ധിക്കണം. അവിടെ വിജയിക്കുന്നത് BJP ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് നേട്ടം? ആ നേട്ടം എന്ന് പറയുന്നത് അവിടേക്ക് വീണ്ടും ഈ പറഞ്ഞ ആൾക്ക് രംഗപ്രവേശനം ചെയ്യണമെങ്കിൽ ആ സീറ്റ് BJP വിജയിച്ചാൽ മാത്രമേ കഴിയൂ. അത് വ്യക്തമായ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ നേതാവ് തന്നെ തിരുവനന്തപുരത്തും പാലക്കാടും കോൺഗ്രസ് BJP ഡീലെന്ന് പത്രസമ്മേളനം നടത്തി പറയുമ്പോൾ ഇനി ഞങ്ങൾ എന്തു പറയാനാണ് നുണേശേട്ടാ, സോറി സതീശേട്ടാ?